ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂടെ വസിക്കുന്ന യേശുവിനെ തൊട്ടറിയുവാനും രുചിച്ചറിയുവാനും സാക്ഷ്യം വഹിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തത്. പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും എന്ന തിരുവചനം നമ്മളെ ഓരോരുത്തരെയും നിറവേറി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമേ തന്നെ ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ നടത്താമെന്ന് നമ്മുടെ ആനിമേറ്ററും ഈ ഇടവകയുടെ വികാരിയച്ഛനുമായ നമ്മുടെ ജോസഫ് ഡി പ്രാക്കൽ അച്ഛനോട് ആലോചിച്ചപ്പോൾ തന്നെ അച്ഛനും ട്രസ്റ്റിമാരും പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഇരുകയും നീട്ടി അത് സ്വീകരിച്ചു എന്നതിന് തെളിവാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒത്തിരി പേരുടെ സാന്നിധ്യം. അങ്ങനെ നമുക്ക് വേണ്ടി ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നെ അച്ഛൻ്റെ ഈ ഒരു ദിനം നമുക്കായി മാറ്റിവെച്ച് തിരുവേണ്ടി അർപ്പിച്ചതിനും ആരാധനയ്ക്ക് നേതൃത്വം നൽകിയതിനും നമ്മുടെ കൂടെ ആയിരുന്നതിനും അച്ഛനും അതുപോലെ ഈ ഇടവകയുടെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും വൈസ് ചെയർമാനും ട്രസ്റ്റിമാർക്കും കൂടെ നിന്ന് സഹായിച്ച കപ്പ്യാൻചേട്ടനും ഓൾട്ടർ ബോയ്സിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ അതിനെ തന്നെ നന്ദി പറയുന്നു. ഇനി എല്ലാത്തിനും കൂടെ നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തതെന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന സിസ്റ്റേഴ്സും കൂടെ അവർക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി ഒട്ടും ബോറടിക്കാതെ തന്നെ വളരെ രസകരമായി ക്ലാസ് എടുത്ത ഷാജി വൈദ്യൻ പറമ്പലിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഒത്തിരി സ്ഥലങ്ങളിൽ എടുക്കാൻ ദൈവം ബ്രദറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ഈ അവസരത്തിൽ ചെയ്യുന്നു. ഇനി ജപമാലയ്ക്ക് നേതൃത്വം നൽകിയ ഈ ഇടവകയിലെ പ്രയർ ഗ്രൂപ്പ് അംഗങ്ങൾ, അതുപോലെ നന്ദി സ്തുതി ആരാധന നടത്തിയ രോമിന ചേച്ചി, പെന്തക്കോസ്ത് ഒരുക്ക പ്രാർത്ഥന നടത്തിയ ജോയിച്ചേട്ടൻ, ഡേവിസേട്ടൻ, ജോസേട്ടൻ, ഒത്തിരി സ്നേഹത്തോടെ ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. മാസ്റ്റർ ഓഫ് സെറമണിയായി, അതായത് MC ആയി നിന്ന് ഈ പ്രോഗ്രാം അടുക്കും ചിട്ടയോടുകൂടി വളരെ ഭംഗിയായി ഇതുവരെ നടത്തിയ നമ്മുടെ ടോംകൾക്കൊക്കെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഇനി ഇന്നത്തെ പ്രോഗ്രാമിന് ഊർജ്ജം പകർന്നുതന്ന പാട്ടുകാരൻ ചേട്ടൻ, ക്രമീകരണങ്ങളെല്ലാം ചെയ്തുതന്ന് നമ്മൾക്കായി ഒരു നല്ല ഫുഡ് ഒരുക്കിയവർ, അതുപോലെ ഒത്തിരി ഇടവകയിലുള്ള എല്ലാവരെയും ഇവിടെ കൃത്യസമയത്ത് എത്തിക്കുന്നതിന് വേണ്ടി വണ്ടി സൗകര്യം ഏർപ്പെടുത്തിയവർ, ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ഇത്ര ഭംഗിയായിട്ട് ഇവിടെ നടത്താൻ സാധിച്ചത്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയും പ്രാർത്ഥനയും നേരുന്നു. ഇനി നന്ദി പറയാനുള്ളത് ഈ 2 വർഷക്കാലം മുഴുവളം സബ് സോണിനെ നല്ല രീതിയിൽ നേതൃത്വം നൽകി നയിച്ച നമ്മുടെ കോർഡിനേറ്റർ ജോസേട്ടനാണ്. ജോസേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 2 വർഷം ചേട്ടൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സെക്രട്ടറി എന്ന നിലയിൽ അധികമൊന്നും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ചേട്ടനോട് കൂടെ ആയിരിക്കുമ്പോൾ അനുകൂല സാഹചര്യമായാലും പ്രതികൂല സാഹചര്യമായാലും എങ്ങനെയാണ് ഈശോയോട് ചേർന്ന് നിന്ന് ജീവിതം ക്രമീകരിക്കേണ്ടത് എന്ന് നോക്കി പഠിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സർവീസ് ടീമിലെ എല്ലാ അംഗങ്ങളും പലപ്പോഴും അത്ഭുതത്തോടു കൂടി എന്താ പറയുക, ചേട്ടൻ്റെ എല്ലാ വിഷമതകളെയും നിന്നുകൊണ്ടും ഇത്രയധികം ഭംഗിയായി ഈശോയോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 വർഷവും നമ്മുടെ കോഴിക്കോട് സബ്സോണിനെ നല്ല രീതിയിൽ തന്നെ നേതൃത്വം നൽകി നയിച്ച ജോസേട്ടനും കൂടെ പ്രവർത്തിച്ച എല്ലാ സർവീസ് ടീം അംഗങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയും നമ്മളെ ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈശോ പ്രതിഫലം നൽകും. നമ്മൾ വില കൊടുത്ത് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം നമുക്ക് പ്രതിഫലം നൽകും എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികമൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തമ്പുരാൻ ഈ 2 വർഷം എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അത് ഈ പ്രയത്നത്തിൽ വന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം നൽകി ചെറിയ ചെറിയ ദൈവവേലയാണെങ്കിൽ പോലും അത് സന്തോഷത്തോടു കൂടി ചെയ്ത് ഈശോയുടെ കൂടെ ആയിരുന്ന് ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകട്ടെ എന്ന് ഈ അവസരത്തിൽ
പ്രാർത്ഥിക്കുന്നു. പ്രയർ ഗ്രൂപ്പിനോടും പള്ളിയിലെ എല്ലാ കാര്യങ്ങളോടും ചേർന്ന് നമുക്ക് ഇനിയും മുൻപോട്ട് പോകാം.